എണ്ണടിക്കാത്ത മുതലാളി. മണ്ണടിക്കാത്ത മുതലാളിയല്ല, ഞാൻ ഗുണന്മാര് അടിക്കടിക്കണ്ടേ. ഹായ് ഗായ്സ്, നമ്മളൊരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പോവാണ്. ഈ വണ്ടി ഒന്ന് നോക്കി വെച്ചോ, ഇതാണ് ഈ വ്ളോഗിന്റെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. റാങ്ക് നമ്പർ ഒക്കെ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോ തുടങ്ങാൻ സമയമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മേടിക്കാൻ പോയി വന്നപ്പോഴേക്കും കിഡ്സിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് കേട്ടോ. എല്ലാവരും 40 വയസ്സിന് മേലുള്ളവരാണ്. ഈ ചേട്ടന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഫാഷന്റെ കാര്യത്തിൽ പ്രായ ഒരു വിഷയമല്ല എന്ന് ഇവരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് വുമൺ ഫിസിക്കിന്റെ കാറ്റഗറി ആയിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ട്രങ്ക് നമ്പർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കല്ല, നമ്മളെ ജിമ്മിൽ നിന്ന് വേറെ ഒരാൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ വുമൺ ഫിസിക്കും ബോഡി ബിൽഡിംഗും കഴിഞ്ഞ് നമ്മളെ ചെക്കന്മാരുടെ പരിപാടി തുടങ്ങി. ഇതായിരുന്നു സബ് ജൂനിയർ ടൈറ്റിൽ ലൈനപ്പ്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ഈ ഒരു ബ്രോയാണ് സബ് ജൂനിയർ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ട് സെലക്ട് ആയത്. നല്ല കണ്ടീഷൻ ആയിരുന്നു, വെൽ ഡിസേർവ്ഡ് ആണ്. സബ് ജൂനിയർ കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ ലേറ്റ് ആയിരുന്നു. വിഷമപ്പോ നമ്മൾ റോബസ്റ്റ് കഴിച്ച് അങ്ങനെ നമ്മുടെ സൗനൂപിന്റെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള മെൻ ഫിസിക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിരുന്നു. അപ്പോൾ നമ്മുടെ ജൂനിയർ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഒന്നിനൊന്നും വെച്ചാൽ അതിൽ ഈ ഒരു ബ്രോയാണ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. അടുത്തത് സനൂപിന്റെ മെൻ ഫിസിക് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ ടാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പ്രേ ചെയ്യുന്നത് മൂവ് ആണ്. ഇതാണ് മെൻ ഫിസിക് ലൈനപ്പ്. അതിൽ ഈ ഒരു ബ്രോയാണ് കാറ്റഗറി ഫസ്റ്റ് അടിച്ചത്. അതിനുശേഷം മെൻ ഫിസിക് ടൈറ്റിലിന് വേണ്ടിയുള്ള പോസിംഗ് ആണിത്. രണ്ടാളും നന്നായിട്ട് പോസ് ചെയ്തു. ഫൈനലി ഈ ബ്രോ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിരിക്കുകയാണ്. ആൾ എത്രത്തോളം ഹാപ്പിയാണെന്നുള്ളത് ആ സെലിബ്രേഷൻ കണ്ടാൽ തന്നെ അറിയാട്ടോ. മെൻ ഫിസിക് കഴിഞ്ഞ് പിന്നെ നടന്നത് ക്ലാസിക് ഫിസിക് ആയിരുന്നു. ഈ രണ്ടുപേരായിരുന്നു ടൈറ്റിലിന് വേണ്ടി സെലക്ട് ആയത്. രണ്ടുപേരും നല്ല കണ്ടീഷനുമായിരുന്നു, നല്ല പോസിംഗും ആയിരുന്നു. ക്ലാസിക് ഫിസിക് കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. നമുക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെത്തി ജിമ്മിലെത്തുന്നതിന് മുന്നെയാണ് ബുള്ളറ്റ് ഓഫ് ആയത്. എണ്ണടിക്കാത്ത മുതലാളി. മണ്ണടിക്കാത്ത മുതലാളിയല്ല, ഞാൻ ഗുണന്മാര് അടിക്കടിക്കണ്ടേ. പെട്രോളൊക്കെ ഉണ്ട്, പക്ഷെ വണ്ടി ഓൺ ആവണില്ല. അപ്പൊ അതിന്റെ ഐഡിയ കൊണ്ട് 2 കിലോമീറ്റർ ഇതേപോലെ തള്ളി ജിമ്മിലെത്തിച്ചു. തിരിച്ചു വന്നപ്പോ ഏറെക്കുറെ ഇതായിരുന്നു സമയം. പിന്നെ അത്രക്കുള്ളൂ. ടാറ്റാ.